ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റഡി ഓഫ് മൊസ്കിറ്റോ വെക്ടേഴ്സ്. നമുക്കറിയാം, വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ഏജൻറ്റിനെയാണ് വെക്ടർ എന്ന് പറയുന്നത്. അതിൽ മൊസ്കിറ്റോ എന്ന് പറഞ്ഞാൽ മൊസ്കിറ്റോസ് പലതരത്തിലുള്ള ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഏജൻ്റാണത്. അതായത് ഡിസീസ് കോസിങ് ആയിട്ടുള്ള ജേംസിനെ അല്ലെങ്കിൽ പാത്തോജൻസിനെ ക്യാരി ചെയ്യുന്ന ഇൻസെക്റ്റിനെയാണ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. മൊസ്കിറ്റോസ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഓർഡർ ഡിപ്റ്റീറിയയിലാണ് പെടുന്നത്. മറ്റ് ഫ്ലൈസിൽ നിന്നും വ്യത്യസ്തമായിട്ട് മൊസ്കിറ്റോസിന് എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യം തന്നെ പറയാം, ദ ഹാവ് എ ലോങ് 15 സെഗ്മെൻറ്റഡ് ആൻറ്റിന. മറ്റുള്ള ഇൻസെക്ട്സിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മൊസ്കിറ്റോസിന് വളരെ വലിയ നീളം കൂടിയ 15 സെഗ്മെൻ്റ് ഉള്ള ആൻറ്റിനയുണ്ട്. ഒരു സെൻസ് ഓർഗനാണ് ആൻറ്റിന എന്ന് പറയുന്നത്. അതുകൂടാതെ ഇത് മോർഫോളജിക്കൽ ഫീച്ചറാണ്. അതുകൂടാതെ അതിൻ്റെ മൗത്ത് പാർട്സ് വെച്ച് നോക്കുകയാണെങ്കിൽ മൗത്ത് പാർട്സിൽ ആനയുടെ തുമ്പിക്കൈ പോലെ, അതായത് പ്രൊബോസിഡി എന്ന് പറയുമ്പം ആനയുടെ തുമ്പിക്കൈ പോലെയാണല്ലോ, അപ്പം ലോങ് പ്രൊബോസിസ് ഉണ്ട്. ആ പ്രൊബോസിസ് യൂസ് ചെയ്തിട്ടാണ് മൊസ്കിറ്റോസ് എന്ത് ചെയ്യുന്നത്? ബ്ലഡ് സക്ക് ചെയ്യുന്നത്. ഒരു ഹോസ്റ്റ് ബോഡിയുടെ മുകളിൽ നിന്ന് ബ്ലഡ് സക്ക് ചെയ്യുന്നത്. അപ്പം നമുക്കിത് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് അതിൻ്റെ മൗത്ത് റീജിയൻ വരുന്നത്, ഹെഡിൽ മൗത്ത് റീജിയൻ വരുന്നത്. ഇതിൽ മൗത്ത് പാർട്സ് ഈ ഒരു പ്രൊബോസിഡേ എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചർ മൗത്ത് പാർട്സിൽ കുത്തി ഇറക്കിക്കൊണ്ടാണ് ഹോസ്റ്റ് ബോഡിയിൽ നിന്ന് ഇത് ബ്ലഡ് സക്ക് ചെയ്യുന്നത്. അതുകൂടാതെ ഇത് മറ്റ് ഇൻസെക്റ്റിൽ നിന്നും വ്യത്യസ്തമാവുന്നത്, ദ ഹാവ് സ്കെയിൽസ് ഓൺ ദ വിങ് ഫ്രിഞ്ചസ് ആൻഡ് വിങ് വെയിൻസ്. ഇതിൻ്റെ വിങ്സിൻ്റെ ചുറ്റിലുമായിട്ട് സ്കെയിൽസ് കാണുന്നുണ്ട്, അതുപോലെ വിങ് വെയിൻസും കാണുന്നത്. അതായത് ഇല പോലെയാണ് ഇതിൻ്റെ വിങ്സ് എന്ന് പറയുന്നത്. വെയിൻസുകളുണ്ട്, നമ്മളിങ്ങനെ വരച്ച് വെച്ച പോലെ വിങ്സിൻ്റെ മുകളിൽ വെയിൻസുകളുണ്ട്. ആ വെയിൻസിൻ്റെ മുകളിലും ഈ വിങ്സിൻ്റെ ചുറ്റും എന്ത് കാണുന്നുണ്ട്? സ്കെയിൽസ് കാണുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് ഒരു മൊസ്കിറ്റോയുടെ വിങ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വിങ് ഫ്രിഞ്ചസിലും സ്കെയിൽസ് കാണുന്നുണ്ട്, അതുപോലെ തന്നെ വിങ് വെയിൻസിലും എന്ത് കാണുന്നുണ്ട്? സ്കെയിൽസ് കാണുന്നുണ്ട്. മൊസ്കിറ്റോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദേ ആർ എ സിഗ്നിഫിക്കൻറ്റ് ഡിസീസ് വെക്ടേഴ്സ്. പലതരത്തിലുള്ള ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡെങ്ക് ഫീവർ, സിക്ക, ചിക്കൻ ഗുനിയ, വെസ്റ്റ് നൈൽ ഫീവർ, ഫിലേറിയാസിസ്, മലേറിയ പോലെയുള്ള ഡിസീസ് ഈ മൊസ്കിറ്റോസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലോങ് 15 സെഗ്മെൻറ്റഡ് ആൻറ്റിന എന്ന് പറയുന്നത്, മൊസ്കിറ്റോയുടെ ആൻറ്റിന എന്ന് പറയുന്നത്. ഇത് മൗത്ത് പാർട്സിൽ പ്രൊബോസിസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ബ്ലഡ് സക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ നേരത്തെ പറഞ്ഞ പോലെ വിങ്സിൻ്റെ മുകളിൽ എന്തുണ്ട്? സ്കെയിൽസ് കാണുന്നുണ്ട്. വിങ് ഫ്രിഞ്ചസിലും കാണുന്നുണ്ട്, അതുപോലെ തന്നെ വിങ് മാർജിൻസിലും സ്കെയിൽസ് കാണുന്നുണ്ട്. ഇതാണ് വിങ് വെയിൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഈ ഒരു മൊസ്കിറ്റോസ് ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ കടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആനിമൽസിനെ കടിച്ചു കഴിഞ്ഞാൽ, ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആയിട്ടുള്ള ആ ഒരു ആനിമൽ, ആ ഒരു ആനിമലിലുള്ള ജേംസ് ബൈറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ മൗത്ത് പാർട്സിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. ഈ ഒരു ജേംസിനെ ക്യാരി ചെയ്തുകൊണ്ടാണ് ഈ മൊസ്കിറ്റോസ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളെ പോയി കടിക്കുമ്പം അവരിൽ ഈ ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദെൻ അവിടെ വെച്ച് ഈ ഒരു ജേംസ് ഗ്രോ ചെയ്യുകയും മൾട്ടിപ്ലൈ ചെയ്യുകയും ആ ഒരു ബോഡിയുടെ ഉള്ളിൽ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള പേഴ്സണിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് അയാളിൽ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു മൊസ്കിറ്റോയുടെ സലൈവയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒരു സലൈവയിൽ ഒരു ആൻറ്റി കൊയാഗുലൻ്റ് ഉണ്ട്. അതായത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആൻറ്റി കൊയാഗുലൻ്റ് ഇതിൻ്റെ സലൈവയിൽ അടങ്ങിയിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെയാണ് മൊസ്കിറ്റോസിന് ഈസി ആയിട്ട് ബ്ലഡ് സക്ക് ചെയ്യാൻ പറ്റുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ചെറിയൊരു മുറിവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ മുറിവ് കുറച്ച് സമയം കഴിഞ്ഞാൽ അവിടെ എന്താവും, ആ ഏരിയയിലുള്ള ബ്ലഡ് ക്ലോട്ട് ആവും. കുറേ എന്താണ് ബ്ലഡ് ഊസ് ഔട്ട് ചെയ്യാതെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ പെട്ടെന്ന് ക്ലോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സലൈവയിൽ, മൊസ്കിറ്റോയുടെ സലൈവയിൽ എന്തുണ്ട്, ഒരു ആൻറ്റി കൊയാഗുലൻ്റ് ഉണ്ട്. ആ ആൻറ്റി കൊയാഗുലൻറ്റിൻ്റെ പ്രസൻസ് കൊണ്ട് ഈ ഒരു മൊസ്കിറ്റോയ്ക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബ്ലഡ് സക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതും ഒരു റീസൺ ആണ്, ദെർബൈ ഇനീഷ്യേറ്റിംഗ് ദ ഡിസീസ് ട്രാൻസ്മിഷൻ സൈക്കിൾ. ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ട 3 മൊസ്കിറ്റോസ് ആണ്: ഏഡിസ് ഈജിപ്തി, ക്യൂലസ് ക്വിൻക്യൂഫാസിയാറ്റസ്, അനോഫിലസ് സ്റ്റീഫൻസി. അതിൽ ഏഡിസ് സ്പീഷീസ്, പിന്നെ ഏഡിസ് അൽബോപിക്ടെക്സ് ഉണ്ട്. അങ്ങനെ പല സ്പീഷീസുകളും നമുക്ക് പഠിക്കാം. മെയിനായിട്ട് ഏഡിസ്, ക്യൂലെക്സ് ആൻഡ് അനോഫിലസ് ആണ് പഠിക്കാനുള്ളത്. ഇനി മൊസ്കിറ്റോ, ഈ ഒരു ഏഡിസ് ആയാലും അനോഫിലസ് ആയാലും ക്യൂലെക്സ് ആയാലും ഇതിന് മൂന്നിനുമായിട്ട് ഒരു സിമിലർ ഫീച്ചേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. All the 3 species of mosquitoes have some similarities and dissimilarities. നമുക്കറിയാം മൊസ്കിറ്റോസ് വളരെ സ്ലെൻഡർ ആണ്, സ്മോൾ ഇൻസെക്ട്സ് ആണ്. They have a size having a size about 3 to 6 mm ലെങ്ത്. ഏകദേശം അത്രയും ലെങ്ത് ആണ് ഒരു ജനറൽ മൊസ്കിറ്റോയുടെ ഒരു സൈസ് ലെങ്ത് എന്ന് പറയുന്നത്. പിന്നെ ബോഡീനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം: ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡോമൻ. ഹെഡ് വളരെ സ്മോൾ ആണ്, സ്ഫെറിക്കൽ ആണ്. അത് തൊറാക്സുമായിട്ട് കണക്ട് ചെയ്യുന്നു ബൈ നാരോ നെക്ക്. ഇടയിലൊരു നാരോ നെക്കും കൂടി ഉണ്ട്. ഇതാണ് ഹെഡ് റീജൻ. ദെൻ ഹെഡും തൊറാക്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് നാരോ നെക്ക്. ദെൻ ഈ ഒരു പോർഷനാണ് അബ്ഡോമൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മൗത്ത് പാർട്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇതാണ് മൊസ്കിറ്റോയുടെ ഹെഡ് റീജിയൻ. മൗത്ത് പാർട്സ് ഇത് ഈ ഒരു റീജിയനിലാണ് വരുന്നത്. ഈ ഒരു തൊറാസിക് റീജിയനും ഹെഡും തമ്മിൽ കണക്ട് ചെയ്ത ഈ ഒരു പോർഷൻ നെക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹെഡിനെ കുറിച്ച് പറയാം. ഹെഡ് ബിയേഴ്സ് ഫോളോയിങ് പാർട്സ്. ഏതൊക്കെയാണ്? ഹെഡ് എന്ന് പറയുന്നത് 1 പെയർ ഓഫ് കിഡ്നി ഷേപ്ഡ് കോമ്പൗണ്ട് ഐസ് ഉണ്ട്. കോമ്പൗണ്ട് ഐസ് നമുക്കറിയാം, സിമ്പിൾ ഐ ഉണ്ട്, കോമ്പൗണ്ട് ഐ ഉണ്ട്. പക്ഷേ നമുക്ക് ഇൻസെക്ട്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ അവർക്ക് കോമ്പൗണ്ട് ഐസ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇതാണ് ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു മൊസ്കിറ്റോയുടെ ഹെഡ് റീജിയൻ ഈ ഒരു ഭാഗത്താണ് കോമ്പൗണ്ട് ഐസ് കാണുന്നത്, ഈ ഗ്രീൻ കളർ ഭാഗത്ത്. പിന്നെ ഇതിൽ അതിന് എന്താണ് ആൻറ്റിനെ വരുന്നുണ്ട്. പിന്നെ ഒസെല്ലി, സെൻസ് ഓർഗൻസ് കാണുന്നുണ്ട്. പിന്നെ കുറേ മെനി സെഗ്മെൻറ്റഡ് ആൻറ്റിനെ, അത് ഈ റീജിയനിൽ രണ്ട് പെയറായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഒരു ട്രയാങ്കുലർ ഷേപ്പ് പ്ലേറ്റ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട് ഇതിൻ്റെ ഹെഡ് റീജിയനിൽ, ഈ ഒരു ഭാഗം. ദെൻ ക്ലൈപ്പിയസ് എന്ന് പറഞ്ഞാൽ ആനയുടെ ഒരു തുമ്പി, ആനയുടെ ഒരു നെറ്റിപ്പട്ടത്തിൻ്റെ റീജിയനിൽ ഒരു താഴെ ഒരു വിരിച്ചിരിക്കുന്ന പോലെ ഉള്ള ഒരു സ്ട്രക്ചറാണ് ഒരു ക്ലൈപ്പിയസ് എന്ന് പറയും. അത് നമുക്ക് ഈ ഒരു മൊസ്കിറ്റോയുടെ ഹെഡ് റീജിയനിൽ കാണാൻ പറ്റും. കണ്ണിൻ്റെ തൊട്ട് താഴെയായിട്ട്, അടിയിലായിട്ടാണ് ഈ ഒരു ക്ലൈപ്പിയസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചർ, ഈ ബ്ലൂ കളർ സ്ട്രക്ചർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന് പറയേണ്ടതെന്ന് വെച്ചാൽ ഫീമെയിൽ മൊസ്കിറ്റോസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫീമെയിൽ ബിയേഴ്സ് ഓൾ ഓഫ് ഷോർട്ട് ഹെയേഴ്സ് ഉണ്ട്. അതിൻ്റെ ആൻറ്റിനയിൽ എല്ലാം ചെറിയ ഹെയേഴ്സ്, ബ്രിസിൽസ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. ഇതേപോലെ. അതിന് പറയുന്ന പേരാണ് പൈലോസ് ആൻറ്റിന എന്ന് പറയുന്നുണ്ട്. പക്ഷേ മെയിലിൻ്റെ കേസിൽ നോക്കുവാണെങ്കിൽ ബുഷി ടൈപ്പാണ് ഈ ഒരു ആൻറ്റിന എന്ന് പറയുന്നത്. ബുഷ് പോലെയാണ്, നിറയെ ഹെയർസ് കാണുന്നുണ്ട്, ഒരു ഫെദർ പോലെ എന്ന് പറയാം. അതിനെയാണ് പ്ലുമോസ് ആൻറ്റിന എന്ന് പറയുന്നത്. ഫെദറി അപ്പിയറൻസ് ആയതുകൊണ്ടാണ് പ്ലുമോസ് ആൻറ്റിന എന്ന് പറയുന്നത്. അതാണ് മെയിലും ഫീമെയിലും മൊസ്കിറ്റോ തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ ഇതിൻ്റെ ഒരു മൗത്ത് പാർട്സ് എന്ന് പറയുന്നത് പിയേഴ്സിങ് ആൻഡ് സക്കിങ് ടൈപ്പ്. അതായത് പിയേഴ്സ് ചെയ്തിട്ട് കുത്തിയിട്ട് ഇറക്കി ബ്ലഡ് സക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മൗത്ത് പാർട്സ്. അതാണ് പിയേഴ്സിങ് ആൻഡ് സക്കിങ് ടൈപ്പ് ഓഫ് മൗത്ത് പാർട്സ്. ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന ക്ലൈപ്പിയസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചർ. ഇതൊരു മാഗ്നിഫൈ ചെയ്തിട്ടുള്ള ഒരു ഇമേജാണ്.
ഇത് കോമ്പൗണ്ടായി ആണ് ഇതിൽ പെടുന്നത്. ഇതിൻ്റെ ഹെഡ് റീജിയൻ ആണ് പറയുന്നത്. ഇതാണ് ഫീമെയിലും മെയിലും തമ്മിലുള്ള ആൻറ്റിനയുടെ ഡിഫറൻസ്. മെയില് ബുഷി ആയിരിക്കും, ഫീമെയില് ഹെയേഴ്സ് പോലെ കാണുന്നുണ്ട് ആൻറ്റിനയിൽ. ഇതാണ് ഡിഫറൻസ്. ഇതിൽ മെയില് ഫെദറി ആയിട്ടുള്ള ഒരു ആൻറ്റിനയും ഇതിൽ ചെറിയ ചെറിയ ബ്രിസിൽസ് ലൈക്ക് എന്താണ് ഹെയേഴ്സ് കാണുന്നുണ്ട്. മൗത്ത് പാർട്സ് കണ്ടില്ലേ, ഈ പിയേഴ്സിങ് ആൻഡ് സക്കിങ് ടൈപ്പ് ഈ ഒരു പ്രബോസിസ് വെച്ചിട്ട് പിയേഴ്സ് ചെയ്യുന്നുണ്ട് സ്കിന്നിലേക്ക്, ഒരു ഹോസ്റ്റ് ബോഡിയുടെ സ്കിന്നിലേക്ക്. എന്നിട്ടാണ് ഇത് ബ്ലഡ് സക്ക് ചെയ്തെടുക്കുന്നത്. നെക്സ്റ്റ് ഹെഡ് റീജിയനിൽ കഴിഞ്ഞു. നെക്സ്റ്റ് തൊറാസിക് റീജിയൻ ആണ് പറയുന്നത്. തൊറാക്സിൽ 3 സെഗ്മെൻറ്റ്സ് ആണ്, സെഗ്മെൻറ്റ്സ് കൊണ്ടാണ് തൊറാക്സ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ഓരോ സെഗ്മെൻറ്റിലും 1 പെയർ ഓഫ് ലോങ് ലെഗ്സ് കാണുന്നുണ്ട്. ഫ്രണ്ട് വിങ്സ് ഈ ഒരു റീജിയനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനെ ഫോർ വിങ്സ് എന്ന് പറയുന്നുണ്ട്. ദേ ആർ ലോങ്, റിലേറ്റീവ്ലി നാരോ. അതിൻ്റെ പാറ്റേൺസ് ഓഫ് വിങ്സ് വെയിൻസ് ആർ അറേഞ്ച് ഇൻ വിർച്വലി ദ സെയിം ഫോർ ഓൾ മൊസ്കിറ്റോ സ്പീഷീസ്. പിന്നെ ഈ ഒരു വെയിൻസിൽ മൊത്തം സ്കെയിൽസ് കാണുന്നുണ്ട്. ദേ ആർ യൂഷ്വലി ബ്രൗൺ, ബ്ലാക്ക് ഓർ വൈറ്റ് ഓർ യെലോയിഷ് കളറിലാണ് ജനറലായിട്ട് കാണുന്നത്. അതിൽ കളർ വ്യത്യാസം അനുസരിച്ചിട്ട് സ്പീഷീസ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതാണ് തൊറാസിക് റീജിയന് 3 സെഗ്മെൻറ്റ്സ് കാണുന്നുണ്ട്. ഓരോ സെഗ്മെൻറ്റ്സിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലെഗ് റൈസ് ചെയ്യുന്നുണ്ട്, പെയർ ഓഫ് ലെഗ് റൈസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫോർ വിങ്സും ഹൈൻഡ് വിങ്സുമാണ് ഇത്. ഇതാണ് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ദെൻ ഹൈൻഡ് വിങ്സിന് അടുത്ത് തന്നെ ആയിട്ട് ഹാൾട്ടേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്ട്രക്ചർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു സെൻസ് ഓർഗൻ ആണ്. ഹൈൻഡ് വിങ്സ് ഹൈലി റെഡ്യൂസ്ഡ് ആണ്, കാരണം നമുക്കത്ര ബാക്കിയുള്ള ഇൻസെക്റ്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ മൊസ്കിറ്റോയുടെ ഹൈൻഡ് വിങ്സ് നമുക്ക് എളുപ്പത്തിൽ കാണാൻ പറ്റില്ല. റുഡിമെൻ്ററി ആണ്, ഹൈലി റെഡ്യൂസ്ഡ് ആണ്, നോബ്ഡ് ആണ്, നോബുണ്ട്. അതിൻ്റെ എൻഡ് റീജിയനിൽ ഒരു ബാലൻസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെൻസ് ഓർഗൻ, ദാറ്റ് മീൻസ് ഹാൾട്ടേഴ്സ് എന്നാണ് അതിന് പറയുന്നത്, പ്രസൻ്റ് ആയിട്ടുണ്ട്. ദെൻ അബ്ഡോമനിൽ 9 സെഗ്മെൻറ്റ്സ് കാണുന്നുണ്ട്. ലാസ്റ്റ് അബ്ഡോമിനൽ സെഗ്മെൻറ്റ് ഓഫ് ഫീമെയിൽ മൊസ്കിറ്റോ ടെർമിനേറ്റിൻ്റെ പെയറും, അതായത് ഫീമെയിൽ മൊസ്കിറ്റോയും മെയിലും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ പറയുന്നത്. ഫീമെയിൽ മൊസ്കിറ്റോ ആണെങ്കിൽ ലാസ്റ്റ് അബ്ഡോമിനൽ സെഗ്മെൻറ്റിൻ്റെ അവിടെ ഒരു സ്മോൾ ഫിംഗർ ലൈക്ക് സേഴ്സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ട്രക്ചർ പുറത്തേക്ക് കാണുന്നുണ്ട്. പക്ഷേ മെയിൽ ദർ ഈസ് എ പെയർ ഓഫ് പ്രോമിനൻറ്റ് ക്ലാസ്പേഴ്സ് ആണ് മെയിലിൽ കാണുന്നത്. അതാണ് വ്യത്യാസം. കംപ്രൈസിങ് പാർട്ട് ഓഫ് മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ക്ലാസ്പേഴ്സ് ആണ് മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയയുടെ പാർട്ടായിട്ട് കാണുന്നത്. അപ്പോൾ ഇതാണ് സേഴ്സി എന്ന് പറയുന്നത് ഫീമെയിലും ക്ലാസ്പേഴ്സ് മെയിലുമാണ് കാണുന്നത്. ഇതാണ് സേഴ്സിയും ക്ലാസ്പേഴ്സും. ഇതാണ് സേഴ്സി എന്ന് പറയുന്നത്. ഈ ഒരു റീജിയനിലെ ക്ലാസ്പേഴ്സ് ആണ് മെയിലിൽ കാണുന്നത്. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് ഏഡിസ്. ഏഡിസിൻ്റെ ക്യാരക്ടർ നമുക്ക് പറയാം. ഈ ഒരു മൊസ്കിറ്റോയുടെ പ്രത്യേകത, ഡേ ടൈമിൽ കടിക്കുന്ന മൊസ്കിറ്റോസ് ആണ് ഏഡിസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പീക്ക് ബൈറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഏർലി മോർണിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ആൻഡ് ഇൻ ദ ഈവനിങ് ബിഫോർ ഡസ്ക്, അതായത് സൂര്യാസ്തമയത്തിന് തൊട്ട് മുന്നേ ഈവനിങ് ആ ഒരു പീരീഡിലാണ് സമയത്താണ് ഇത് കൂടുതലായിട്ട് കടിക്കുന്നത്. അതിൽ ഏഡിസ് ഈജിപ്റ്റി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഡങ് ഹെമറേജിക് ഫീവർ, യെല്ലോ ഫീവർ, സിക്ക, ചിക്കൻ ഗുനിയ പോലെയുള്ള രോഗങ്ങളാണ് പരത്തുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഏഡിസ് സ്പീഷീസാണ് ഏഡിസ് ഈജിപ്റ്റിയും ഏഡിസ് അൽബോപിക്ടക്സും. ഇതാണ് ഏഡിസ് മൊസ്കിറ്റോസ് എന്ന് പറയുന്നത്. അത് കാണാൻ ഏകദേശം വളരെ സ്മോൾ സൈസാണ്, ഗ്രേഷ് ബ്ലാക്ക് മൊസ്കിറ്റോസ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ ഹാവ് യുണീക് പാറ്റേൺ ഓഫ് ലൈറ്റ് ആൻഡ് ഡാർക്ക് സ്കെയിൽസ് ഓൺ ദ അബ്ഡോമൻ ആൻഡ് തൊറാക്സ്. തൊറാസിക് റീജിയനിലും അബ്ഡോമിനൽ റീജിയനിലും ഈ ഒരേപോലെ യുണീക്കായിട്ട് ലൈറ്റ് ആൻഡ് ഡാർക്ക് സ്കെയിൽസ് കാണുന്നുണ്ട്. ആൻഡ് ആൾട്ടർനേറ്റിംഗ് ലൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സ് ഓൺ ദ ലെഗ്സിലും കാണുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഏഡിസ് ഏജിപ്റ്റി അതർ സ്പീഷീസിൽ നിന്നും നമുക്ക് എങ്ങനെ വ്യത്യസ്തമാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൻ്റെ വൈറ്റ് ലയർ ഷേപ്ഡ് മാർക്ക് ഓൺ ഇറ്റ്സ് തൊറാക്സ്. ഇത് കണ്ടില്ല, ലയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വയലിലൊക്കെ കാണുന്നില്ല, ഒരു വര പോലെ നമ്മൾ നീട്ടുന്നത് ഭാഗം, ആ ഒരു സിംഗിൾ ലൈൻ ആണെന്നുണ്ടെങ്കിൽ അത് എന്താണ്, ഡബിൾ ലൈൻ ആണെന്നുണ്ടെങ്കിൽ, ലയർ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉറപ്പിക്കാം അത് ഏഡിസിൻ്റെ തന്നെ ആണെന്ന് ഉറപ്പിക്കാം.
ഏഡിസ് ഈജിപ്റ്റിയുടെ ഏഡിസ് അൽബോപിക്ടസ് ആണെങ്കിൽ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് സിംഗിൾ ലൈൻ ആയിരിക്കും. ഡബിൾ ലൈൻ ആണെങ്കിൽ ഏഡിസ് ഈജിപ്റ്റി, സിംഗിൾ ലൈൻ ആണെങ്കിൽ ഏഡിസ് അൽബോപിക്ടസ്. ഇത് ഹെഡ് റീജിയൻ്റെ അവിടം വരെ എന്തെയും എക്സ്റ്റെൻഡ് ചെയ്ത് കാണുന്നുണ്ട്. കണ്ട് കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഏഡിസ് അൽബോപിക്ടസിലാണെങ്കിൽ ഒരു സിംഗിൾ ലൈൻ ഓഫ് ആണ് കാണുന്നത്. ഏഡിസ് ഈജിപ്റ്റിയിൽ 2 ലൈൻസ് കാണുന്നുണ്ട്, ഹെഡ് റീജിയൻ്റെ അവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണുന്നുണ്ട്. തൊറാസിക് റീജിയനിലാണ് ഇത് കാണുന്നത്. ദെൻ മാക്സിലറി പാൾപ്പ് വളരെ ഷോർട്ട് ആയിരിക്കും ദാൻ ലേബിയം. എന്താണ് മാക്സിലറി പാൾപ്പ് എന്ന് പറഞ്ഞാൽ? മൗത്ത് പാർട്സിലെ ഒരു ജോയിൻറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. സെൻസറി അപ്പൻഡേജസ് ആണ് ലൊക്കേറ്റഡ് ഓൺ ദ മാക്സില. മൗത്ത് പാർട്സിലാണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ ഇൻസെക്ട്സിലും ഉണ്ട്. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ടച്ചും ടേസ്റ്റും തിരിച്ചറിയുക എന്നതാണ്. എയർബോൺ കെമിക്കൽസ്, ഓൾഫാക്ഷൻ, സ്മെല്ല് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാക്സിലറി പൾപ്പ് ഈ ഒരു ഏഡിസ് സ്പീഷീസിൽ വളരെ ചെറുതായിരിക്കും ദാൻ ലേബിയം. ലേബിയം എന്ന് പറഞ്ഞാൽ ഫ്യൂസ്ഡ് മൗത്ത് പാർട്സ് വിച്ച് ഫോംസ് ദ ഫ്ലോർ ഓഫ് മൗത്ത് ഓഫ് എൻ ഇൻസെക്ട്സ്. ദെൻ സ്ക്യൂട്ടലം ട്രൈലോബ്ഡ് ആണ്. സ്ക്യൂട്ടലം എന്ന് പറഞ്ഞാൽ മോസ്കിറ്റോയിൽ തൊറാസിക് റീജിയനിൽ കാണുന്ന, പോസ്റ്റീരിയർ റീജിയനിൽ കാണുന്ന ഒരു പാർട്ടാണ്. അത് ട്രൈലോബ്ഡ് ആണ്. ചില മോസ്കിറ്റോസിൽ റൗണ്ട് ആയിരിക്കും. ഇതാണ് സ്ക്യൂട്ടലം എന്ന് പറയുന്നത്. നമുക്ക് സ്ക്യൂട്ടലം നോക്കാം. ഈ ഒരു ഭാഗത്തിനെയാണ് സ്ക്യൂട്ടലം എന്ന് പറയുന്നത്. ഏഡിസ് ആണെങ്കിൽ ഇവിടെ 3 ലോബ് കാണുന്നില്ലേ, ട്രൈലോബ്ഡ് ആയിരിക്കും. വേറെ പല സ്പീഷീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ റൗണ്ട് ആയിരിക്കും, അല്ലേ, ഒരു പ്രത്യേകിച്ച് ലോബ്സ് ഒന്നും ഉണ്ടാവില്ല. ദെൻ ഇതാണ് ഏഡിസ് മോസ്കിറ്റോസ്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് റെസ്റ്റിംഗ് കണ്ടീഷനിലാണെങ്കിൽ, വെറുതെ ചുമ്മാ റെസ്റ്റ് ചെയ്യുന്ന കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ ഇത് പാരലലായിട്ട് തന്നെ, ബോഡിക്ക് പാരലലായിട്ട് അല്ലെങ്കിൽ സർഫസിന് പാരലലായിട്ട് തന്നെയാണ് റെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ പക്ഷേ അനോഫിലസ് അങ്ങനെയല്ല, ഒരു 45 ഡിഗ്രി ആംഗിളിലാണ് നിൽക്കുന്നത്. ഏഡിസ് ലേസ് ചെയ്യുന്നത്, എഗ് എന്ന് പറയുന്നത് സിംഗിളായിട്ട് വാട്ടർ സർഫസിൽ സിംഗിളി ആണ് ലേ ചെയ്യുന്നത്. മെയിനായിട്ട് ക്ലീൻ വാട്ടറാണ് ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പ്രിഫർ ചെയ്യുന്നത്. ഇതാണ് ഏഡിസ് മൊസ്കിറ്റോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്യൂലെക്സ് മൊസ്കിറ്റോ. ക്യൂലെക്സ് നൈറ്റ് ടൈമിലാണ് കടിക്കുന്നത്. ഫിലേറിയാസിസും എൻസെഫലൈറ്റിസ് ഫീവറും ആണ് ഇത് മെയിനായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന, ഇന്ത്യയിൽ കാണുന്ന ക്യൂലെക്സ് സ്പീഷീസ് ക്യൂലെക്സ് യൂനിക്യുഫാസിയാറ്റസും ക്യൂലെക്സ് പൈപ്പിയൻസ് ഫാറ്റിഗൻസും ആണ്. വളരെ സ്മോൾ ആയിട്ടുള്ളൊരു ഇതാണ് കാണാൻ. ലൈറ്റ് ബ്രൗണിഷ് മൊസ്കിറ്റോ ആണ് കാണാൻ. ഹെഡ് ഹാസ് ലൈറ്റസ്റ്റ് പോർഷൻ ഇൻ ദ സെൻറ്റർ. ഹെഡിന് അതിൻ്റെ സെൻറ്റർ റീജിയനിൽ ലൈറ്റ് പോർഷൻ ആയിരിക്കും, ലൈറ്റ് കളർ ആയിരിക്കും. മാക്സിലറി പൾപ്പ് ഷോർട്ട് ദാൻ ലേബിയം ഇൻ ഫെയിംസ് ബട്ട് ലോങ്ങർ ആൻഡ് പോയിൻറ്റഡ് ഇൻ മെയിൽസ്. ഇതാണ് ക്യൂലെക്സ് മൊസ്കിറ്റോ. ഇതതിൻ്റെ ആൻറ്റിന, മൗത്ത് പാർട്സ് ഒക്കെ വരുന്നത്. സ്ക്യൂട്ടെല്ലാം ഇതിനും ട്രൈലോബ്ഡ് ആണ്. തൊറാക്സിൽ കർവ്ഡ് ആയിട്ടുള്ള നാരോ സ്കെയിൽസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, കർവ്ഡ് ആയിട്ടുള്ള സ്കെയിൽസ് ആണ് തൊറാക്സിൽ കവർ ചെയ്തിട്ടുണ്ട്. റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സർഫസ് പാരലായിട്ട്, അതായത് നമ്മൾ ഏഡിസിനെ പോലെ പറഞ്ഞ പോലെ തന്നെയാണ് നിൽക്കുന്നത്. പാരലിയാണ് ഇത് റെസ്റ്റ് ചെയ്യുന്നത്. ഇത് ഡേർട്ടി വാട്ടറിലാണ്, റാഫ്റ്റ് ആണ്, അതായത് ഒന്നിന് മേലെ ആയിട്ട് ആണ്, അടുക്കടുക്കായിട്ട് ക്ലസ്റ്റേഴ്സ് ആയിട്ടാണ് ഇത് എഗ് ലേ ചെയ്യുന്നത്. ഡേർട്ടി വാട്ടറിലാണ് എഗ് ലേ ചെയ്യുന്നത്. ഇതിനെയാണ് റാഫ്റ്റ് എന്ന് പറയുന്നത്. എഗ് അനോഫിലസ് കണ്ടില്ലേ, ഒരു 45 ആംഗിളിൽ ക്യൂലെക്സ് സർഫസിന് പാരലായിട്ടാണ് കാണുന്നത്. ഇതാണ് റാഫ്റ്റ്, എഗ് റാഫ്റ്റ്. ഇത് ഡേർട്ടി വാട്ടറിൽ ഇതിൻ്റെ ക്യൂലെക്സ് ലേ ചെയ്തിരിക്കുന്ന എഗ്ഗാണിത് റാഫ്റ്റായിട്ട്. ഇത് ഒരു അഡൾട്ട് ക്യൂലെക്സ് മൊസ്കിറ്റോ, മെയിൽ ആൻഡ് ഫീമെയിൽ ആണ്. നെക്സ്റ്റ് അനോഫിലസ് മൊസ്കിറ്റോ. നൈറ്റ് ബൈറ്റേഴ്സ് ആണ്, മലേറിയ പരത്തുന്ന ഒരു മൊസ്കിറ്റോ ആണ്. ഏറ്റവും കോമൺ ആയിട്ട് ഇന്ത്യയിൽ കാണുന്ന സ്പീഷീസ് അനോഫിലിസ് സ്റ്റീഫൻസിയും അനോഫിലിസ് ക്യൂലിസിഫേസിസ് ആണ്. ഡെലിക്കേറ്റ്, വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഗ്രേ കളേർഡ് ആയിട്ടുള്ളൊരു മൊസ്കിറ്റോ ആണ്. പിന്നെ ഇതിന് മറ്റ് മൊസ്കിറ്റോയിൽ നിന്നും ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫ്രം അതർ മൊസ്കിറ്റോസ് ബൈ ദ പാൾപ്പാണ് ഇതിൽ ഏറ്റവും പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നത്, ലെങ്തി ആയിട്ട് കാണുന്നത്. പക്ഷെ ഇത്രയും നേരം പറഞ്ഞ മൊസ്കിറ്റോയിലൊക്കെ പ്രൊബോസിസ് ആണ് ലെങ്തി ആയിട്ട് കാണുന്നത്, വിച്ച് ആർ ലോങ് ആസ് ദ പ്രൊബോസിസ്.
തൊറാക്സിസ് ഇസ് നോട്ട് കവേർഡ് വിത്ത് സ്കെയിൽസ്. തൊറാക്സിൽ യാതൊരു തരത്തിലുള്ള സ്കെയിൽസ് കൊണ്ടും കവർ ചെയ്തിട്ടില്ല. സ്ക്യൂട്ടെല്ലത്തിൽ എന്താണ് ട്രൈലോബ്ഡ് ആയിരുന്നു ഇത്രയും നമ്മൾ മുന്നേ പറഞ്ഞ രണ്ട് മൊസ്കിറ്റോസിനും. പക്ഷെ അനോഫിലസിന് റൗണ്ട് ഷേപ്ഡ് ആണ് സ്ക്യൂട്ടെല്ലം എന്ന് പറയുന്നത്. ഉണ്ടല്ലേ. പിന്നെ ഫോർ വിങ്സ് എന്തുണ്ട്, ഡിസ്ക്രിറ്റ് ബ്ലോക്സ് ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്കെയിൽസ് കാണുന്നുണ്ട് വിങ് മാർജിനിൽ. അത്തരത്തിലുള്ള വിങ്സിന് പറയുന്ന പേരാണ് ടാപ്പിൾഡ് വിങ്സ്. അഡൽട്ട് മൊസ്കിറ്റോസ് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും മെയിൽ ആൻഡ് ഫീമെയിൽ റെസ്റ്റ് ഇൻ ദർ അബ്ഡോമൻ വെച്ചിട്ടാണ് റെസ്റ്റ് ചെയ്യുന്നത്, ഒരു 45 ഡിഗ്രി ആംഗിളിൽ സർഫസിൽ. ഫീമെയിൽ എഗ്ഗ് സിംഗിളി ആണ് ഹൊറിസോണ്ടലി ഓവർ ദ സർഫസ് ഓഫ് സ്റ്റാഗ്നന്റ് വാട്ടർ. Then each egg is provided with egg air floats which keeps its air float on water surface. ഇതാണ് അനോഫിലസ് മൊസ്കിറ്റോ റെസ്റ്റ് ചെയ്യുന്നത്. ബാക്കി എല്ലാ മൊസ്കിറ്റോസും പാരലായിട്ടാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഇതൊരു ഒരു എഗ്ഗ്, ഒരു ലൈഫ് സൈക്കിളാണ്. എഗ്ഗ്, ലാർവ, പ്യൂപ്പ, അഡൽട്ട്. ഒരു മൊസ്കിറ്റോസിൻ്റെ ലൈഫ് സൈക്കിളാണ് ഇതിൽ വിടുന്നത്. ടോട്ടൽ ലാർവയ്ക്ക് 5 ഇൻസ്റ്റാ സ്റ്റേജസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പ്യൂപ്പയായിട്ട് അത് കൺവേർട്ട് ചെയ്യുന്നത്. താങ്ക് യു.